ഫോണിന്റെ അവസ്ഥ. പോയല്ലേ? പോയി, മൊത്തം പോയി. വിഷമമുണ്ട്. പിന്നെ പെട്ടെന്നൊരു ഫോൺ വാങ്ങിയ അവിടെ പൈസ 6-7 കൊല്ലം കൊണ്ടിരിക്കണല്ലേ. അങ്ങനെ എനിക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ ഫോൺ മൊത്തത്തിൽ പോയി. അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഫോണില്ലാതെ നമുക്ക് പറ്റൂലല്ലോ. അങ്ങനെ ഒരു പുതിയ ഫോൺ വാങ്ങാൻ നേരത്തെ ഞാൻ അമ്പലമുക്ക്, നമ്മുടെ ട്രിവാൻഡ്രം അമ്പലമുക്കുള്ള ഐഡിയയിലാണ് കേട്ടോ വന്നത്. അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് വില കൂടിയ ഫോണൊന്നും വേണ്ട, അത്യാവശ്യം ഒരു 15 രൂപ അത്രയും ആ റേഞ്ചിൽ വരുന്ന ഫോൺ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ റേഞ്ചിന് പറ്റിയ ഒരു സാംസങ് ഗാലക്സി F17 ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതാണ് എടുത്തത്. അത് 16 സംതിങ്ങേ ഉള്ളു കേട്ടോ. പിന്നെ ഈ ഫോണിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഷ് ഫോൺ യൂസ് ചെയ്യുന്നത്. മറ്റത് നിതീഷിന് പുതിയ ഫോൺ വാങ്ങിയിട്ട് നിതീഷിന് യൂസ് ചെയ്ത സെക്കൻഡ് ഹാൻഡ് ഫോൺസ് ആണ് ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ പുതിയ ഫോൺ. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ ബൈ.